ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈറ്റ് വിറ്റേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് നോട്ട്സ് ആണ്. അപ്പോൾ കുറേ പേർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇംഗ്ലീഷ് നോട്ട്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇമേജിനറി, അതിൻ്റെ പ്യൂറൽ ഫോമാണ് ഇമേജിനറീസ് എന്ന് പറയുന്നത്. ഇമേജിനറി ഹെൽപ്പ് ദ റീഡേഴ്സ് ടു ക്ലാരിഫൈ, സീ, ടച്ച്, taste, smell and hear what is happening and enable to empathize with the poet. It is the tool of the poet to convey ideas effectively. അതായത് ഒരു പോയറ്റിൻ്റെ ഐഡിയാസ് എഫക്റ്റീവ്ലി കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇമേജിനറി എന്ന് പറയുന്നത്. അതായത് ഇമേജസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പോയത്തിൻ്റെ ഫീല് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. വിഷ്വൽ ഇമേജ്, എന്താണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്? ദ ഇമേജ് ദാറ്റ് അപ്പിയേഴ്സ് ടു അവർ സെൻസ് ഓഫ് സൈറ്റ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. നമുക്ക് ചില പോയംസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിഷ്വൽ ഫീല് കിട്ടുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് വിഷ്വൽ ഇമേജ് എന്നുള്ളത്. ഓഡിറ്ററി ഇമേജ്, ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത് ഇമേജ് ദാറ്റ് അപ്പിയേഴ്സ് ടു അവർ സെൻസ് ഓഫ് സൗണ്ട്, നമുക്കൊരു കേൾവിയുടെ അനുഭൂതി നൽകുന്നതാണ് ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്. ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയുന്നത് ദ ഇമേജ് ദാറ്റ് അപ്പിയേഴ്സ് ടു അവർ സെൻസ് ഓഫ് സ്മെല്ല്, നമുക്കൊരു മണം കെട്ടിയ ഒരു അനുഭൂതി നൽകുന്നതാണ് ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയുന്നത്. ഗസ്റ്ററി ഇമേജസ്, ദ ഇമേജ് ദാറ്റ് അപ്പിയേഴ്സ് ടു അവർ സെൻസ് ഓഫ് ടേസ്റ്റ്, നമുക്കൊരു ടേസ്റ്റ് കിട്ടുന്ന അനുഭൂതി കിട്ടുന്നതാണ് ഗസ്റ്ററി ഇമേജ് എന്ന് പറയുന്നത്. ടാക്ടൈൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇമേജ് ദാറ്റ് അപ്പിയർ ടു അവർ സെൻസ് ഓഫ് ടച്ച്, നമുക്ക് ടച്ച് ചെയ്ത ഫീല് കിട്ടുന്ന ഒരു ഇതാണ് ടാക്ടൈൽ ഇമേജ് എന്ന് പറയുന്നത്. ഇതിനുള്ള ഒരു എക്സാമ്പിളാണ്, വിഷ്വൽ ഇമേജിനുള്ള ഒരു എക്സാമ്പിളാണ് സൺസെറ്റ് ക്ലിംസൺ സ്പ്ലെൻഡർ. ഇത് നിങ്ങളുടെ ഒരു താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗത്ത് നിന്നുള്ള ഒരു സെൻറ്റൻസാണിത്. അതായത് ആ ഒരു പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസാണിത്. ഇവിടെ എന്താണ് ഈ ഒരു സൺസെറ്റിൻ്റെ കടും ചുവപ്പ് നിറത്തെ വർണ്ണിക്കുന്നതാണിത്. ആ ഒരു വർണ്ണനയിലൂടെ നമുക്കെന്താണ് ഒരു വിഷ്വൽ ഇമേജാണ് കിട്ടുന്നത്. താജ്മഹൽ എന്ന പോയത്തിൽ തന്നെയുള്ള വേറൊരു ലൈനാണ് ദ ഹർഷ് ടെൻഡർ ഓഫ് ഇമ്പീരിയൽ പവർ. അപ്പോൾ ഇത് തരുന്ന ഒരു എഫക്റ്റ് എന്താണ്? ഓഡിറ്ററി ഇമേജാണ് നമുക്ക് നൽകുന്നത്. അതായത് ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിന്നൽ. അപ്പോൾ അതിൻ്റെ സൗണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു വർണ്ണനയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഓഡിറ്ററി ഇമേജാണ്. ദ എയർ ഈസ് സെൻറ്റഡ് വിത്ത് മൈ ഫ്രാഗ്രൻസ്, ഇത് ഏത് പോയത്തിലുള്ളതാണ്? സോങ് ഓഫ് ദ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയത്തിൽ നിന്നുള്ള ലൈനാണിത്. ഇവിടെ നമുക്ക് തരുന്ന എഫക്റ്റ് എന്താണ്? ഓൾഫാക്ടറി ഇമേജാണ്. അതായത് നമുക്ക് സ്മെല്ല് ചെയ്യാനാണ് ഇവിടെ പറ്റുന്നത്. അതായത് നമുക്ക് ആ ഒരു ഇതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ഇവിടെ ഈ സെൻറ്റഡ് വിത്ത് മൈ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത എക്സാമ്പിളാണ് ഐ ഡ്രിങ്ക് ഡ്രൂ ഫോർ വൈൻ. ഇതെന്താണ്? ഗസ്റ്ററി ഇമേജാണ്. സോങ് ഓഫ് ഫ്ലവറിലുള്ള ഒരു ലൈനാണിത്. അപ്പോൾ ഇവിടെ ഒരു തുള്ളി വൈന് ഞാൻ കുടിച്ചു എന്നുള്ള ഒരു മീനിങ് വരുന്ന ഒരു ലൈനാണിത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ടേസ്റ്റാണ്. അപ്പം അതെന്താണ്? ഗസ്റ്ററി ഇമേജാണ് വരുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ. ഇതെന്താണ്? ടാക്ടൈൽ ഇമേജാണ്. അതായത് ഇത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയത്തിൽ നിന്നുള്ള ലൈനാണ്. ഇതിൽ നമുക്കൊരു ടച്ച് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ടാക്ടൈൽ ഇമേജ്. ഇത്ര നേരം പറഞ്ഞത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി പഠിക്കുന്നത്. സിമിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. A simile is the figure of speech involving the comparison of one thing with another thing of different kind using words like or as they are used to make a description more emphatic and vivid. അതായത് ഇപ്പം നമുക്ക് ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിമിലി യൂസ് ചെയ്യുന്നത്. അത് ലൈക്കും അസുമാണ് ഈ ഒരു സിമിലി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് സിമിലിക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ ലൈക്കും ഉണ്ടാവും അസും ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, യുവർ ഐസ് ആർ ലൈക്ക് ദ ബ്ലൂ ജെംസ്. അപ്പോൾ ഇതെന്താണ്? ഈ ലൈക്ക് എന്ന് പറയുന്നത് ഒരു കമ്പാരിസണാണ്, ഐൻ്റെ കമ്പാരിസണാണ്. അതായത് ഒരു ബ്ലൂ കളർ കല്ല് പോലെയാണ് കണ്ണുകൾ എന്ന് പറയാം. ഇവിടെ അടുത്ത എക്സാമ്പിൾ, യുവർ ഐസ് ആർ ആസ് ബ്ലൂ ആസ് സഫിയർ
അതും നമുക്ക് കണ്ണുകളുടെ ഒരു വർണ്ണനയാണ്. വെറ്റ് ക്ലോത്ത് clung to my body like as infant to its mother blossom. അതും എന്താണ്, ഒരു വർണ്ണനയാണ്. ഇവിടെ ലൈക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതെന്താണ്, സിമിലിയാണ്. യു ആർ ആസ് എ ബ്രേവ് ആസ് എ ലയൺ, യു ആർ ആസ് ബ്രെയിൻ ആസ് എ ലയൺ. ഇതും എന്താണ്, ആസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു സിംഹത്തെ പോലെ ബ്രേവ് ആണെന്ന് പറയുന്നതും നമുക്കെന്താണ്, സിമിലിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മെറ്റാഫറിനെ പറ്റിയാണ്. മെറ്റാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെറ്റാഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ടു ഡിഫറെൻറ്റ് തിങ് ആർ കമ്പയർ ഹാസ് ഹാവിങ് സംതിങ് ഇൻ കോമൺ. ഇറ്റ് മേ പ്രൊവൈഡ് ക്ലാരിറ്റി ഓർ ഐഡൻറ്റിഫൈ ഹിഡൻ സിമിലാരിറ്റി ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഐഡിയാസ്. അതായത് അവർക്കിടയിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല, പക്ഷെ അത് അതിലുണ്ടാവും. അത്തരത്തിലുള്ള ഇതാണ് മെറ്റാഫർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഹീസ് ദ ആപ്പിൾ ഓഫ് മൈ ഐ. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്, പക്ഷെ ആ കമ്പാരിസൺ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. മോം യു ആർ മൈ സൺ. അപ്പോൾ ഈ മോമും സണ്ണും തമ്മിൽ അതായത് ഡിഫറെൻ്റ് തിങ്ങാണ്, പക്ഷെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് തിങ് ഉള്ളതിനാണ് മെറ്റാഫർ എന്ന് പറയുന്നത്. ഹെർ വോയിസ് ഈസ് മ്യൂസിക് ടു ഹിസ് ഇയേഴ്സ്. അത് നമുക്ക് മെറ്റാഫർ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു കമ്പാരിസനാണ് നടക്കുന്നത്, രണ്ട് ഡിഫറെൻറ്റ് തിങ്ങിൻ്റെ, പക്ഷെ അവ തമ്മിൽ ഒരു കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും, അതിനെയാണ്. അതായത് അടുത്ത് നമുക്ക് പറയാം, ദ മൂൺ വാസ് എ മിസ്റ്റി ഷാഡോ. ഇത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സിമിലിയും മെറ്റാഫറും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നിട്ടുള്ള എക്സാമ്പിൾസ് എന്താണ്, മൈ ഫാദർ ഈസ് എ റോക്ക്. ഇതെന്താണ്, സിമിലിയാണോ മെറ്റാഫറാണോ? മെറ്റാഫറാണ്. എന്തുകൊണ്ട്? ഇവിടെ ഒരു ഇൻഡയറക്റ്റ് കമ്പാരിസൺ, പക്ഷേ കോമൺ ആയിട്ട് ഫീച്ചർ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹീ എക്സ്പ്ലോഡഡ് ലൈക്ക് എ വോൾക്കാനോ, ലൈക്ക് വരുന്നുണ്ട്, അപ്പോൾ അതെന്താണ്, സിമിലി ആയിരിക്കും. ഐ ആം എ സ്റ്റാർ ഫാളൻ ഫ്രം ദ ബ്ലൂ. അതെന്താണ്, ഇവിടെ മെറ്റാഫറാണ് വരിക. ബ്ലൂ ടെൻറ്റ് അപ്പോൺ ദ ഗ്രീൻ കാർപ്പറ്റ്. മൈ ബ്ലഡ് ടേൺ ടു കോൾഡ് ലൈക്ക് ദ മൂൺ. അതെന്താണ്, സിമിലിയാണ്. ലൈക്ക് വരുന്നത് കൊണ്ട് സിമിലിയാണ്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്തത് നോട്ടീസിനെ പറ്റിയാണ്. അപ്പോൾ നോട്ടീസിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഫോർമാറ്റിലാണ് നോട്ടീസ് എഴുതുക. ആദ്യം എന്താണ്, ഇവിടെ ഒരു എന്തിൻ്റെ നോട്ടീസാണെന്നുള്ള ഒരു ഹെഡിങ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു നമ്മൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാവും. പിന്നെ ഇവിടെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത്, പിന്നെ പ്ലേസ്, ഡേറ്റ്. ഇവിടെ നമുക്ക് പിന്നെ സെക്രട്ടറീൻ്റെ ഒരു സൈനും പിന്നെ ഏത് ക്ലബ്ബാണെന്നുള്ള പേര്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഒരു നോട്ടീസ് ഉണ്ടാവുക. ഫീച്ചേഴ്സ് ഓഫ് നോട്ടീസ്. ഒരു നോട്ടീസിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടത്? നെയിം ഓഫ് ദ ഇഷ്യൂയിങ് അതോറിറ്റി, ഏത് അതോറിറ്റി ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാമിൻ്റെ നെയിം, സല്യൂട്ടേഷൻ അതായത് ഗ്രീറ്റിംഗ്സ് ഉണ്ടാവണം. പിന്നെ ഡേറ്റ്, ടൈം, വെന്യൂ, പ്രോഗ്രാം ഡീറ്റെയിൽസ്, ഇൻവിറ്റേഷന്, ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ദ നോട്ടീസ് ഇഷ്യൂവൻസ്, പിന്നെ എന്താണ്, നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ അതോറിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഒരു നോട്ടീസിൽ വേണ്ടത്. ഇതായിട്ട് ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നൗൺസിനെ പറ്റിയാണ്. നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമിംഗ് വേർഡ്സ് ആണ്. നൗൺ ഈസ് എ വേർഡ് ദാറ്റ് നെയിംസ് സംതിങ് സച്ച് ആസ് എ പേഴ്സൺ, പ്ലേസ്, തിങ് എക്സെട്ര. അപ്പോൾ നൗൺസ് എന്നും അതിൻ്റെ എക്സാമ്പിൾസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ വേർബ് ഈസ് എ വേർഡ് ദാറ്റ് denotes an action or state of being. അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ ആണ് വേർബ് എന്ന വേർഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആർച്ച്ഡ്യൂക്ക് ആസ്ക്ഡ് ടിൽ ടു ഡ്രോ എ പോർട്രേറ്റ്. ഇവിടെ എന്താണ്, ഡ്രോ ആണ് വേർബ് എന്ന് പറയുന്നത്. ടിൽ എസ്കേപ്ഡ് ഫ്രം ദ പാലസ്. ഇവിടെ പാലസ് എന്ന് ടിൽ എസ്കേപ്പായി. ഇത് എസ്കേപ്ഡ് എന്ന് പറഞ്ഞാൽ വേർബാണ്. ടിൽ ഈസ് കണ്ടക്ടിങ് ആൻ എക്സിബിഷൻ. കണ്ടക്ടിങ് എന്ന് പറയുന്നത് എന്താണ്, വേർബാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ അഡ്ജക്റ്റീവ് ഈസ് ഡിഫൈൻഡ് ആസ് എ വേർഡ് യൂസ് ടു ഡിസ്ക്രൈബ് എ നൗൺ. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരിതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് അഡ്ജക്റ്റീവ് ഈസ് ഡിഫൈൻഡ് ആസ് എ വേർഡ് യൂസ് ടു ഡിസ്ക്രൈബ് നൗൺ. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. റോസ പാർക്ക് വാസ് എ ബ്രേവ് വുമൺ. റോസ പാർക്സ് വാസ് എ ബ്രേവ് വുമൺ. ഇവിടെ ബ്രേവ് എന്ന് പറയുന്നത് അതായത് നൗണിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ബ്രേവ് എന്ന് പറയുന്നത്. ഇതാണ്
അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ അഡ്വേർബ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ വേർബ്. വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. എൻ അഡ്ജക്റ്റീവ് ഓർ എൻ അഡ്വേർബ്. അങ്കിൾ വാക്ക്ഡ് ഫാസ്റ്റ്. അങ്കിൾ വാക്ക് ചെയ്തു ഫാസ്റ്റായിട്ട്. ഇവിടെ ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വേർബാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ നൗൺ. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് ടിൽ ഈസ് ലിസണിങ്. അപ്പോൾ ഇവിടെ എന്താണ്? ടിൽ എന്ന് പറയുന്നത് നൗണാണ്. ഐഡൻറ്റിഫൈ ദ വേർബ്. ദ ബോയ് ഡ്രൂ കാറ്റ്സ്. അപ്പോൾ ഡ്രൂ എന്ന് പറയുന്നത് വേർബ്, അതായത് ഡ്രോൻ്റെ ഫാസ്റ്റാണ്, അതായത് ഫാസ്റ്റ് ഫോമാണ്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? വേർബ് എന്ന് പറയുന്നത്. ഡ്രൂ ആണ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റിൻ്റെ ആൻസേഴ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി എഴുതിയെടുക്കുക. അതായത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പിക്ക് ഔട്ട് 5 nouns ആൻഡ് 5 verbs ഫ്രം ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് 8 ഇംഗ്ലീഷ് ആൻഡ് യൂസ് ദം ഇൻ സെൻറ്റൻസ് ഓഫ് യുവർ ഓൺ. നമുക്ക് തന്നിരിക്കുന്ന നൗൺസ് ഏതാണ്? പിക്ചർ, കാറ്റ്, പെയിൻറ്, റൂം, ബ്ലഡ്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം എന്ത്? ഷീ വാച്ച്ഡ് ഹിം ഡ്രോയിങ് എ പിക്ചർ. ഇതിൽ നമ്മൾ പിക്ചർ യൂസ് ചെയ്തു. അടുത്ത വേർഡിൽ മൈ കാറ്റ് ഈസ് റിയലി സ്മാർട്ട്. കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. ദ പെയിൻറ്റർ ഡ്രൂ ദ സീൻ ഫ്രം ഹിസ് മെമ്മറി. പെയിൻറ്റർ നമ്മൾ അവിടെ യൂസ് ചെയ്തു. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. ഇതൊരു സ്മോൾ റെൻറ്റഡ് റൂമാണ്. അപ്പോൾ റൂം അവിടെ യൂസ് ചെയ്തു. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഈസ് ലിസ്റ്റഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്. അപ്പോൾ ഇവിടെ ബ്ലഡ് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ അടുത്തത് വേർബ്. വേർബിൽ നമുക്ക് എന്ത് പറയാം? ബ്രോട്ട്, അസംബിൾ, ഡ്രൂ, അലോ, സെർച്ച്. ദേ ഹാഡ് നോട്ട് ബ്രോട്ട് എനിത്തിങ് ടു ഹീറ്റ്. അപ്പോൾ ബ്രോട്ട് നമ്മൾ യൂസ് ചെയ്യും. ഈ ഹാസ്ക്ഡ് ദം ടു അസംബിൾ ഇൻ എ ഹാൾ. അസംബിൾ യൂസ് ചെയ്തു. ഈ ഡ്രൂ സം കാറ്റ്. ഹിസ് പാരൻസ് അലൗഡ് ഹിം ടു സ്റ്റേ ഹിയർ. വി സെർച്ച്ഡ് ഫോർ ഹിം എവരിവെയർ. അപ്പോൾ വേർബ്സിന് യൂസ് ചെയ്യാനുള്ള സെൻറ്റൻസും വേർബ്സ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസും നമ്മൾ കണ്ടെത്തി എഴുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കും.